ഓവർ തിങ്കിങ്. ആകാശത്തിലൂടെ പോണ എയറോപ്ലെയിൻ എന്നോട് തടഞ്ഞു നിർത്താൻ പറഞ്ഞോളൂ, ഞാൻ നിർത്തിക്കോളാം. പക്ഷേ എൻ്റെ ചിന്തകളെ മാത്രം തടയാൻ പറയരുത്, കാരണം പറ്റൂല. രാത്രി കിടന്നാലും ഉറങ്ങാൻ കഴിയുന്നില്ല, ഫുള്ള് ചിന്തകളാണ്. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അവരെന്താ വിചാരിച്ചിട്ടുണ്ടാവുക? എനിക്ക് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങളെക്കുറിച്ചായിരിക്കും. ഞാൻ ജോലിക്ക് പോകണോ? ആ മെസ്സേജ് അയക്കണോ? ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണോ? എത്രത്തോളം ചിന്തിക്കുന്നോ അത്രത്തോളം കൺഫ്യൂസ്ഡ് ആവും. നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കില്ലല്ലോ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം, എനിക്കും ഈ പ്രശ്നമുണ്ട്, നന്നായിട്ടുണ്ട്. ഓവർ തിങ്കിങ് ആൻഡ് സെൽഫ് ഡൗട്ട്. ആൻഡ് അതെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനർത്ഥം നിങ്ങൾ ലോൺലി ആണ്, ബ്രോക്കൺ ആണ് എന്നൊന്നുമല്ല. സോ ഇന്ന് നമുക്ക് ഓവർ തിങ്കിങ്ങിനെ പറ്റി സംസാരിക്കാം ഇൻ എ റിയൽ ആൻഡ് പ്രാക്ടിക്കൽ വേ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് ഇന്ന് മുതൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ വാട്ട് ഈസ് ഓവർ തിങ്കിങ് റിയലി? ശരിക്കും എന്താണ് ഈ ഓവർ തിങ്കിങ് എന്ന് ആദ്യം നോക്കാം. നമ്മൾ നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണിത്, അല്ലേ? സോ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ കുറേ നേരം ഒന്ന് ചിന്തിക്കുക എന്നുള്ളതല്ല, പകരം നിങ്ങളുടെ ചിന്തകൾ റിപ്പീറ്റേറ്റീവ് ആവുകയാണ്. ചിന്തിച്ച കാര്യം തന്നെ പിന്നെയും ചിന്തിക്കുകയാണ്, അൺപ്രൊഡക്റ്റീവ് ആണ്, ആൻഡ് ഒരു റിസൾട്ടും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ഇത് രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ. ഫസ്റ്റ് റൂമിനേഷൻ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നിങ്ങൾ മുന്നേ പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങൾ ചെയ്തു പോയൊരു മിസ്റ്റേക്ക്, ബ്രേക്കപ്സ്, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്ന പോലെ വന്നുകൊണ്ടിരിക്കും. കണ്ട സീരീസ് തന്നെ പിന്നെയും കാണുന്ന പോലെ. രണ്ടാമത്തേത് വെറിയാണ്. ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കലാണ്. ഞാൻ തോറ്റുപോയാലോ, അവരെന്നെ ജഡ്ജ് ചെയ്യില്ലേ, ഞാൻ തെറ്റായ തീരുമാനമെടുത്താലോ, എക്സെട്ര. അതായത് സംഭവിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ബ്രെയിന് പ്രെഡിക്റ്റ് ചെയ്യുന്നു ആൻഡ് അതിനുവേണ്ടി പ്രിപ്പയർ ആവാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ഇതിൽ മിക്കതും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കും ശരിക്കും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്ന്. കുറേ നേരം ചിന്തിച്ചാൽ ഈ പ്രശ്നം സോൾവ് ആവും എന്ന് വിചാരിക്കും, പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും നിങ്ങൾ എക്സ്ഹോസ്റ്റ് ആവുകയേ ചെയ്യുള്ളൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വണ്ടീൻ്റെ ചാവി തിരയാണ് എന്ന് വിചാരിക്കാം. പക്ഷേ നോക്കിയ വലിപ്പിൽ തന്നെ, അല്ലെങ്കിൽ ശരിക്കും നോക്കിയ സ്ഥലത്ത് തന്നെ പിന്നെയും നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈ ഓവർ തിങ്കിങ്ങും അതേപോലെയാണ്. നിങ്ങൾക്കറിയാം ചാവി അവിടെ ഇല്ല എന്ന്, പക്ഷേ എന്നാലും നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ബിക്കംസ് എ ലൂപ്പ്. പ്രശ്നം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അല്ല, പകരം ചിന്തിച്ചത് തന്നെ പിന്നെയും ചിന്തിച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഇതിനർത്ഥം നിങ്ങൾ ഭയങ്കര വീക്കാണ്, ആൻഷ്യസ് ആണ്, ബ്രോക്കൺ ആണ് എന്നൊന്നുമല്ല. ഇറ്റ് മീൻസ് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു ബ്രെയിൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ശരിയായ കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തലച്ചോറ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ശരിയായ രീതിയിലൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്മളിൽ ചിലർ കുറേ നേരം ഓവർ തിങ്ക് ചെയ്ത് സമയം കളയുമ്പോൾ വേറെ ചിലർ അതിനെ ഓവർകം ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ബ്രെയിനിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതെന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ പകരം പ്രശ്നങ്ങളിലും ത്രെറ്റ്സിലുമൊക്കെ ഫോക്കസ് ചെയ്യുക. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വേണമായിരുന്നു. കാരണം ഏതാണ് പോയിസണസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഏത് അനിമൽസ് ആണ് ഡേഞ്ചറസ്, ഇതൊക്കെ നമുക്ക് അറിയണമായിരുന്നു. ആ സെയിം മെക്കാനിസം തന്നെയാണ് ഇപ്പോഴും റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 100 ആൾക്കാർ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാലും നമ്മളെപ്പറ്റി മോശം പറഞ്ഞ ഒരാളുണ്ടാവുമല്ലോ, നമ്മൾ അത് മാത്രം ഓർത്തിരിക്കുന്നത്. സോ സാഡ്. പിന്നുള്ളൊരു കാര്യം, നിങ്ങളുടെ ബ്രെയിനിന് അൺസർട്ടനിറ്റി ഒട്ടും ഇഷ്ടമല്ല. അതിനെപ്പോഴും കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം ആൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയണം. നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലാത്ത ഒരു കാര്യം വരുമ്പോൾ, ഒരു ടഫ് ഡിസിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ, ഒരു ഓക്വേർഡ് സോഷ്യൽ സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ തിങ്ക് ചെയ്യും. നിങ്ങൾ ശരിക്കും അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് സോൾവ് ആവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആവും. എന്ത് ചെയ്താലും അത് ഭയങ്കര പെർഫെക്റ്റ് ആവണം, ഒരു ഫോൾട്ടും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഓരോ തീരുമാനങ്ങളും നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ ഹേർട്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരു തെറ്റായ ആളെ ട്രസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. തിരിച്ചടി കിട്ടാൻ കാരണമായ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇപ്പം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കാവും, ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും. വലിയ തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. കരിയർ ചോയ്സസ്, റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റ്സ്, എങ്ങനെ ജീവിക്കണം, ആരാവണം, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറായിരിക്കും. ആ പ്രഷറാണ് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ ഫീഡ് ചെയ്യുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയയും ഒരു വില്ലനായിട്ടായിരിക്കും അവതരിക്കുന്നത്. നിങ്ങളിങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനും സ്വയം വില കുറച്ച് കാണാനും സെൽഫ് ഡൗട്ടിനും ഒക്കെ ആയിരിക്കും ഇതും കാരണമാവുക.
ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും നിങ്ങളുടെ ഫോൾട്ട് അല്ല. നിങ്ങളുടെ ലൈഫ് ഒരു ബാഡ് ലൈഫൊന്നുമല്ല. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ടാണ്. ആൻഡ് പലപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കും നിങ്ങളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ബട്ട് ഡോണ്ട് വറി, വി ക്യാൻ ചേഞ്ച് ഇറ്റ്. നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഒറ്റ രാത്രി കൊണ്ടല്ല, ബട്ട് പതുക്കെ ദ റിയൽ സൊല്യൂഷൻസ്. സോ ഇനി നമുക്ക് ഓവർ തിങ്കിങ് മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നോക്കാം. കുറേ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1-2 സെലക്ട് ചെയ്യുക, ദെൻ അത് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാണ്ട് ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാനായിട്ട് നോക്കരുത്. നമ്പർ 1, ദ 2-minute റൂൾ. ഇനി നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാണ് എന്ന് തോന്നിയാൽ വേഗം ഫോൺ എടുത്ത് ഒരു ടൈമർ സെറ്റ് ചെയ്യുക 2 മിനിറ്റ് നേരത്തേക്ക്. ആ 2 മിനിറ്റ് നേരം ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. നന്നായിട്ട് ചിന്തിച്ചോളൂ. യു ക്യാൻ ഗോ ഡീപ്പ്, എല്ലാ ആംഗിളിലും ചിന്തിച്ചോളൂ. ബട്ട് ടൈമർ ഓഫ് ആയാൽ, അതായത് 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിർത്തുക, മതി കേട്ടോ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനായിട്ട് തുടങ്ങാം. ഓക്കെ, നോ മോർ ഓവർ തിങ്കിങ്, യുവർ ടൈം ഈസ് അപ്പ്. ഇത് നല്ലൊരു ടിപ്പാണ്. ബിക്കോസ് നിങ്ങളുടെ ബ്രെയിനിന് കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. ആൻഡ് നിങ്ങളത് കൊടുക്കുകയാണ്. അതേസമയം നിങ്ങൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക കൂടിയാണ്. ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ വെള്ളം അടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാർ പറയാറില്ലേ, വെള്ളം അടിച്ചോളൂ, ബട്ട് ഒരു 2-3 പെഗ് മതി. അതിൽ കൂടുതൽ അടിച്ചാൽ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ തന്നെ ഞാൻ എടുത്തിട്ടടിക്കും. അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാണ്. യു ആർ നോട്ട് ഫൈറ്റിംഗ് യുവർ തോട്ട്സ്, യു ആർ കണ്ടെയ്നിങ് ദം. മിക്ക ആൾക്കാരും ഓവർ തിങ്കിങ്ങിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ബട്ട് അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ബട്ട് ഈ മെത്തേഡ് അതിനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്പർ 2, ദി ആക്ഷൻ ബയാസ്. ചിന്തിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്നത്. രണ്ടും തമ്മിൽ നല്ല ദൂരമുണ്ട്. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊക്കെ തോന്നും, പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. സോ റൂൾ ഇതാണ്: നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് 30 മിനിറ്റിൽ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ബട്ട് കൺക്ലൂഷനിലെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ അതിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ നിങ്ങൾ എടുക്കുക. ചിന്തിക്കല്ല, എന്തെങ്കിലും ചെയ്യുക. എന്ത് ടെക്സ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ലേ, ദെൻ ഒരു സിമ്പിൾ ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെസ്സേജ് അയക്കുക. അത് പെർഫെക്റ്റ് ആവണം എന്നൊന്നുമില്ല. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കൺഫ്യൂഷനിലാണോ, ദെൻ ജസ്റ്റ് സ്റ്റാർട്ട്. ഒരു സെൻറ്റൻസ് എങ്കിലും എഴുതുക. മേക്ക് 1 ഫോൺ കോൾ, ഡു 1 തിങ്. ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ അത് ബ്രേക്ക് ചെയ്യും. ബിക്കോസ് അപ്പം നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും, അല്ലാതെ ഇമാജിനേഷൻസ് ആയിരിക്കില്ല. ഇനിയിപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നിങ്ങൾ റിയാലിറ്റി ഫേസ് ചെയ്തില്ലേ, അല്ലാതെ വെറുതെ ഒരു മായാലോകത്തിരിക്കല്ലോ. നമ്പർ 3, എക്സ്റ്റേണലൈസ് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ ഉള്ളിൽ തന്നെ കിടന്നാൽ അതിങ്ങനെ ലൂപ്പായിട്ട് അടിച്ചുകൊണ്ടിരിക്കും. സോ അതിനെ പുറത്തെടുക്കണം. എങ്ങനെ? സിമ്പിളാണ്. അതങ്ങോട്ട് എഴുതുക. ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കല്ല, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതുക. അത് ഭയങ്കര മാജിക്കലായിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് നിങ്ങൾ കുത്തിയിരുന്ന് 1 മണിക്കൂർ നേരമൊക്കെ ഇരുന്ന് ജേർണൽ ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത്. ജസ്റ്റ് ഡംപ് യുവർ തോട്ട്സ് ഔട്ട്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. അത് ഭയങ്കര മെസ്സി ആയിക്കോട്ടെ, വൻ ദുരന്തമായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ചിന്തകളെ പുറത്തെടുക്കണം. അതാണ് പോയിന്റ്. അപ്പം നിങ്ങൾക്കത് ശരിക്കും കാണാനായിട്ട് പറ്റും. ആൻഡ് മിക്കപ്പോഴും നിങ്ങൾ എഴുതിയത് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങളുടെ ചിന്തകൾ വെറും ചിന്തകൾ മാത്രമാണ്. അത് എത്രത്തോളം ഇറാഷണൽ ആണ് ആൻഡ് എക്സാജറേറ്റഡ് ആണ് എന്ന്. പക്ഷേ അതിങ്ങനെ മനസ്സിൽ മാത്രം നിന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോടെങ്കിലും ഇത് പറയാം. അഡ്വൈസിന് വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഒന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട്. അതും നല്ലൊരു കാര്യമാണ്. പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്പർ 4, ഷെഡ്യൂൾ വെറി ടൈം. അതായത് നിങ്ങളൊരു സമയം പിക്ക് ചെയ്യുക. മേ ബി വൈകുന്നേരം ഒരു 15 മിനിറ്റ്. ആൻഡ് അതാണ് നിങ്ങളുടെ വെറി ടൈം. വെറി ചെയ്യാനുള്ള സമയം. യെസ്, ആൻഷ്യസ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാതെ പകരം സ്വയം പറയാം, വൈകുന്നേരം ഒരു 6 മണി ആവട്ടെ, അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാം. ദെൻ 6 മണി ആവുമ്പോൾ നിങ്ങളിരുന്ന് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിനുള്ള പെർമിഷൻ സ്വയം നൽകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെപ്പറ്റി ഇനി ആലോചിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന്, ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. ബിക്കോസ് യു വിൽ ബി മോർ ഫോക്കസ്ഡ്. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാണ്. എന്തിന്? ഇപ്പോൾ പാനിക് ആവണ്ട, അതിനുള്ള സമയവും സ്ഥലവും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ പോയിട്ട് പാനിക് ആയാൽ മതി എന്ന്. നമ്പർ 5, ദി 10-10-10 റൂൾ. ഇനി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഓവർ തിങ്ക് ചെയ്യുകയാണെങ്കിൽ സ്വയം ചോദിക്കാം, ഈ കാര്യത്തെക്കുറിച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്താവും ചിന്തിക്കുക, 10 മാസം കഴിഞ്ഞാൽ എന്താവും ചിന്തിക്കുക, ആൻഡ് 10 വർഷം കഴിഞ്ഞാൽ എന്താവും ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് പേഴ്സ്പെക്റ്റീവ് നൽകും. നിങ്ങൾ പറഞ്ഞ ആ ഓക്വേർഡ് ആയിട്ടുള്ള കാര്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അത് കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നാം. ഒരു 10 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓർമ്മ പോലും ഉണ്ടാവില്ല. ഇൻ 10 years ഇറ്റ് വോണ്ട് മാറ്റർ അറ്റ് ഓൾ.
നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ആ കാറ്റഗറിയിലേക്കായിരിക്കും പോവുക. ഇപ്പോൾ വലുതായി തോന്നും, ബട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആവില്ല. ആൻഡ് ശരിക്കും മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ ചോദ്യം ഒരുപാട് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. നമ്പർ 6, മൂവ് യുവർ ബോഡി. മൈൻഡ് ഫുള്ള് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ശരീരം ഒന്നങ്ങോട്ട് അനക്കാം. ഒരു വാക്കിന് പോവാം, ജമ്പിങ് ജാക്സ് ചെയ്യാം, ഒരു പാട്ടിട്ട് ഡാൻസ് കളിക്കാം. നിങ്ങളെ ഫിസിക്കലി പ്രസൻ്റ് ആക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓവർ തിങ്കിങ് നിങ്ങളുടെ മനസ്സിലാണ്, ബട്ട് നിങ്ങളുടെ ശരീരം എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കും. സോ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ആ മെൻ്റൽ ലൂപ്പിനെ നിങ്ങൾ ഇൻറ്ററപ്റ്റ് ചെയ്യും ആൻഡ് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും. ഇതൊരു വൂ അഡ്വൈസ് ഒന്നുമല്ല, ദർ ഈസ് ആക്ച്വൽ ന്യൂറോ സയൻസ് ഹിയർ. ഫിസിക്കൽ മൂവ്മെൻറ്റ് സ്ട്രെസ് ഹോർമോൺസ് ആയ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കും ആൻഡ് എൻഡോർഫിൻസ് കൂട്ടും. അത് ശരിക്കും നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രിയെ ചേഞ്ച് ചെയ്യും. ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് മൂവ്. നമ്പർ 7, എംബ്രേസ് ഗുഡ് ഇനഫ്. പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ ഓവർ തിങ്കിങ്ങും ഉണ്ടാവുന്നത്. എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു വാശി. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫിലെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് ആവില്ല. ആൻഡ് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു പെർഫെക്റ്റ് ആൻസർ ഉണ്ടാവണം എന്നുമില്ല. സോ ഗുഡ് ഇനഫ് എന്നത് ചൂസ് ചെയ്യാനും പഠിക്കാം. മീഡിയോക്കർ അല്ല, കെയർലെസ് അല്ല, ബട്ട് ഗുഡ് ഇനഫ്. നിങ്ങൾക്കിപ്പോൾ ഈ മെയിൽ ഇപ്പം തന്നെ അയക്കണോ അതോ അതൊന്നുകൂടി എഴുതണോ? അത് ക്ലിയർ ആണ്, പൊളൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഇനഫ്, അത് അയച്ചോളൂ. ഈ ബ്ലൂ ഷർട്ട് ഇടണോ അതോ ബ്ലാക്ക് ഷർട്ട് ഇടണോ? രണ്ടും നന്നായിട്ടുണ്ടെങ്കിൽ ദെൻ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ജസ്റ്റ് പിക്ക് വൺ, ഇറ്റ്സ് ഗുഡ് ഇനഫ്. ഇത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് താഴ്ത്താനുള്ളതല്ല, പകരം പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു മിത്താണ് എന്നും അതിൽ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതുമാണ്. നമ്പർ 8, ചലഞ്ച് ദ തോട്ട്. ഇനി ഓവർ തിങ്ക് ചെയ്യുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് ശരിക്കും ശരിയാണോ? നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം എല്ലാവർക്കും ഞാൻ ഭയങ്കര അനോയിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന്. ഓക്കെ, ബട്ട് അത് ശരിക്കും സത്യമാണോ? എല്ലാവരും അങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്നതിനുള്ള എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ? ആക്ച്വൽ എവിഡൻസ്? അതോ ഇത് നിങ്ങളുടെ ബ്രെയിൻ ചുമ്മാ പറയുന്നതാണോ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചിന്തകളെ ചലഞ്ച് ചെയ്യുക. ബിക്കോസ് മോസ്റ്റ് ഓവർ തിങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ എക്സാജറേഷൻസ്, അസംഷൻസ് ആൻഡ് വേസ്റ്റ് കേസ് സിനാരിയോ. അപ്പോൾ അതിനെയൊക്കെ ചലഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഈ സിറ്റുവേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്തായിരിക്കും പറയുക എന്ന്. അതും നല്ലൊരു മെത്തേഡാണ്. നമ്പർ 9, ആക്സെപ്റ്റ് അൺസെർട്ടനിറ്റി. ഇത് കുറച്ച് ഹാർഡാണ്, ബട്ട് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. നിങ്ങൾക്ക് എല്ലാം അറിയണം എന്നില്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണം എന്നില്ല, മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കണം എന്നത് നിങ്ങളുടെ കൺട്രോളിലാവില്ല. ആൻഡ് നിങ്ങൾ എത്ര നേരം ഓവർ തിങ്ക് ചെയ്താലും അതിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത്, അനിശ്ചിതത്വം. ആൻഡ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഓവർ തിങ്കിങ്ങിനുള്ള അൾട്ടിമേറ്റ് ക്യൂർ. യു ഡോണ്ട് നീഡ് ടു ഹാവ് ഇറ്റ് ഓൾ ഫിഗേർഡ് ഔട്ട്, യു ജസ്റ്റ് നീഡ് ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. എനിക്കറിയാം ഇത് കുറച്ച് ഹാർഡാണ് എന്ന്, ബട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യു ആർ നോട്ട് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ, അതിനെ ഒബ്സേർവ് ചെയ്യുന്ന ആളാണ്. ദാറ്റ് മീൻസ് യു ഹാവ് പവർ ഹിയർ. സോ സ്റ്റാർട്ട് സ്മോൾ. ഈ പറഞ്ഞതിൽ നിന്ന് 1-2 ടെക്നിക്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്കെങ്കിലും. എന്നിട്ട് നോക്ക് അത് എന്ത് മാറ്റാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നത് എന്ന്. ആൻഡ് പ്രോഗ്രസ് എപ്പോഴും ലീനിയർ ആവണം എന്നില്ല. നല്ല ദിവസങ്ങൾ വരും, ചീത്ത ദിവസങ്ങൾ വരും. ദാറ്റ്സ് നോർമൽ, ദാറ്റ്സ് ഹ്യൂമൻ. ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, സോ ദാറ്റ്സ് അവരുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.